ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മൈ ദീപക് മല്ലു വ്ളോഗർ. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. ഈ ഒരാഴ്ചയിലെ മലയാള ഭാഷയിലുള്ള ചിത്രങ്ങൾ വളരെ കുറവാണ്. അന്യഭാഷ ചിത്രങ്ങളാണ് ഈ ഒരാഴ്ചയിൽ OTT റിലീസിന് കൂടുതലും എത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടൈം പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ, പക്ഷേ ഒരുപാട് പേര് അതിനെ റോങ് ആയിട്ടും മറ്റുള്ള നല്ല കാര്യമായിട്ടും സംസാരിച്ചു. ഓക്കെ, ഞാൻ സമയമൊന്നും വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റാഹേൽ മകൻ കോര എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആൻസൺ പോൾ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ കൊടുത്താവുന്ന ഒരു ചിത്രമാണ് റാഹേൽ മകൻ കോര എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ചിത്രത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയറക്ടർ കുറച്ച് വിവാദങ്ങളൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രം റിവ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ഹൈക്കോടതിയിൽ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈം, അതുപോലെ തന്നെ സൈനപ്ലൈ, അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. ചിത്രം ഇപ്പോൾ ഈ പറഞ്ഞ 3 OTT പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലവർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മണികണ്ഠൻ, അതുപോലെ തന്നെ ശ്രീ ഗൗരിപ്രിയ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽ പെടുത്താവുന്ന ചിത്രമാണ് ലവർ എന്ന് പറയുന്നത്. ഈ ചിത്രം ഇപ്പോൾ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള 2 ചിത്രങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ചിത്രത്തിൻ്റെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജോഷുവ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വരുൺ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ഫുള്ളി പാക്ഡ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ജോഷുവ എന്ന് പറയുന്നത്. ചിത്രം മാർച്ച് മാസം 1-ാം തീയതി തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നമ്മുടെ ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിലൂടെ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ആമസോൺ പ്രൈമിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു കന്നഡ മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കേസ് ഓഫ് കൊണ്ടന എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഭാവന മേനോൻ, അതുപോലെ തന്നെ വിജയ് രാഘവേന്ദ്ര എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് കേസ് ഓഫ് കൊണ്ടന എന്ന് പറയുന്നത്. ഈ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാളം ഭാഷയിലും അതുപോലെ തന്നെ കന്നഡ ഭാഷയിലും മാത്രമാണ് ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചിത്രത്തെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം. അപ്പോൾ കാണാൻ താല്പര്യമൊക്കെ എല്ലാവർക്കും ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഇൻസ്പെക്ടർ ഋഷി എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് ഇൻസ്പെക്ടർ ഋഷി എന്ന് പറയുന്നത്. നമ്മുടെ നവീൻ ചന്ദ്ര കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു ചിത്രം കൂടിയാണ്. ഒരു ഫുള്ളി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എടുപ്പിക്കുന്ന ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം ഈ ചിത്രം എത്രത്തോളം നമുക്ക് കാണാൻ. പേഴ്സണലി ഈ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എന്നെ തോന്നി ഈ ചിത്രം ഇത്രയും പെട്ടെന്ന് കാണുന്നുള്ളത്. അത്രയും നല്ല പീക്ക് ലെവലിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ തന്നെ പുറത്തുവിട്ടുന്നത്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 29-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം ഇൻസ്പെക്ടർ ഋഷി എന്ന് പറയുന്ന ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ. പേഴ്സണലി എനിക്കൊരു ത്രില്ലർ ചിത്രങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. അത് കാരണം ഞാൻ പേഴ്സണലി നന്നായി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലാൽ സലാം എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിഷ്ണു വിശാൽ, അതുപോലെ വിക്രാന്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച്, ഒപ്പം തന്നെ രജനികാന്ത് ഒരു കാമിയോ റോളിൽ എക്സ്റ്റൻഡ് കാമിയോ റോളിൽ അഭിനയിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ലാൽ സലാം എന്ന് പറയുന്നത്. ഒരു സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ലാൽ സലാം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം ഈ വരുന്ന മാർച്ച് 29-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നെറ്റ്ഫ്ലിക്സിന് പുറമെ സണ്ണസിലൂടെ ഈ ചിത്രം തമിഴ് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബെർത്ത് മാർക്ക് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷബീർ കലറിക്കലും അതുപോലെ തന്നെ മിർന എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് ബെർത്ത് മാർക്ക് എന്ന് പറയുന്നത്. ഈ ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ചിത്രം ഈ വരുന്ന മാർച്ച് 29-ാം തീയതി നമ്മുടെ സിംപ്ലി സൗത്തിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തമിഴ് ഭാഷയിൽ മാത്രമാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കഥ വേണുക കഥ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിദ്വത്ത്, അതുപോലെ തന്നെ ജയരാജ്, സുനിൽ, അതുപോലെ തന്നെ ശ്രീജ നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു തെലുങ്ക് മൂവിയായിരുന്നു. ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്നു കഥ വേണുക കഥ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആഹാ പ്രൈമാണ്. ആഹാ പ്രൈമിലൂടെ ചിത്രം ഈ വരുന്ന മാർച്ച് 29-ാം തീയതി തെലുങ്ക് ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹിറ്റ് ദ സെക്കൻഡ് കേസ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അതിവിശേഷ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് ഹിറ്റ് ദ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്ത വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈം ആയിരുന്നു. ആമസോൺ പ്രൈമിൽ തെലുങ്ക് ഭാഷയിൽ മാത്രമാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത്. ഇപ്പോൾ ഈ ചിത്രം ഈ വരുന്ന മാർച്ച് 29-ാം തീയതി ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് നമ്മുടെ വിജയ് സൂപ്പർ എന്ന് പറയുന്ന ചാനലിലൂടെ ഈ മാസം 29-ാം തീയതി മാർച്ച് 29-ാം തീയതി വൈകിട്ട് 6:30 സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അതിനുശേഷം
ശേഷം ഈ ചിത്രത്തിൻ്റെ ലീക്ക്ഡ് പ്രിൻറ്റോ അല്ലെങ്കിൽ TV റിപ്പോ ടെലിഗ്രാം വഴി എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഒരു ചിത്രം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഈ ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട് കാണുന്നുള്ള ഒരുപാട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ തെലുങ്ക് ഭാഷ എനിക്ക് മനസ്സിലാവാത്ത കാരണം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ OTT റിലീസ് ഉടനെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്നെ പോലെ ആരെങ്കിലും വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹനുമാൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ തേജ് സജ, അതുപോലെ തന്നെ വരലക്ഷ്മി, ശരത് കുമാർ, സമുദ്രകനി, വിനയ് റായ് എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു സൂപ്പർ ഹീറോ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഹനുമാൻ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആണ്. ഒപ്പം തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഹിന്ദി ഭാഷയും തെലുങ്ക് ഭാഷയും കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. C5ലൂടെയും അതുപോലെ തന്നെ ജിയോ സിനിമാസിലൂടെയും. ഒഫീഷ്യലി ഈ ചിത്രത്തിന്റെ തമിഴ്, മലയാളം, കന്നഡ ഭാഷ സ്ട്രീമിംഗ് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ വരുന്ന ഏപ്രിൽ മാസം 5-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഭീമ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഗോപിചന്ദ് കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് ഈ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 5-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഓപ്പറേഷൻ ലൈല എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശ്രീകാന്ത്, അതുപോലെ തന്നെ സിദ്ധ ശർമ്മ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് ഓപ്പറേഷൻ ലൈല എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സിംപ്ലി സൗത്ത് ആണ്. സിംപ്ലി സൗത്തിലൂടെ ചിത്രം എന്നുവരെ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം 5-ാം തീയതി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തമിഴ് ഭാഷയിൽ മാത്രമാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അവസാനമായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്രേമലു എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നെസ്ലിൻ, അതുപോലെ തന്നെ നമിത ബൈജു എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പ്രേമലു എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 29-ാം തീയതി ഇറങ്ങുന്നുള്ള ഒരു കിംവദന്തി പുറത്തു വന്നിരുന്നെങ്കിലും ഇതുവരെ അതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ഈ ചിത്രം ഏപ്രിൽ മാസം 5-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇത് അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.